ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പൗരത്വത്തിൽ അയഞ്ഞിരിക്കുകയാണ് കേന്ദ്രം. ഏതെങ്കിലുമൊക്കെ ഒരു രേഖ മതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ബിജെപിക്ക് ഈ പൗരത്വ ബില്ല് കൊണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആരും തന്നെ പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു രേഖ മതി എന്ന് ബിജെപി സർക്കാർ പറയേണ്ടുന്ന ഗതിയിലേക്ക് എത്തിയത്. അതിനൊരു കാരണം കൂടിയുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ കാര്യം തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത് മോദി ആകെ 8 പേര് മാത്രമാണ് അപേക്ഷ നൽകിയത് എന്നാണ്. ഇങ്ങനെ പോയാൽ പാസ്സായ ഈ ബില്ല് നടപ്പിലാക്കാതെ പോകേണ്ടി വരുമെന്നും, ഇതുകൂടി ആയപ്പോൾ CAA നടപ്പിലാക്കുക എന്നത് അഭിമാന പ്രശ്നം, ഒപ്പം തന്നെ തലവേദനയായി മാറി ആർക്ക്? ഇന്ത്യയുടെ മൂന്നാം ഊഴത്തിലും പ്രധാനമന്ത്രിയായ മോദിക്ക്. വിവാദമായ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിനുള്ള നടപടികളിൽ കേന്ദ്രം മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഡോക്യുമെന്റേഷൻ നടപടികളൊക്കെ വെട്ടിച്ചുരുക്കുന്ന പ്രഖ്യാപനത്തോടെയാണ് നീക്കം. നിയമത്തിലെ ഷെഡ്യൂൾ 1A അനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ പൗരത്വം തെളിയിക്കുന്നതിനായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന 9 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണമെന്നായിരുന്നു വ്യവസ്ഥ. രാജ്യത്ത് CAA നടപ്പിലാക്കിയത് മൂലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ വന്നതോടെയാണ് പൗരത്വത്തിനുള്ള നടപടികൾ ലഘൂകരിക്കുന്നുവെന്ന മട്ടിൽ കേന്ദ്രം നിയമവ്യവസ്ഥയിൽ മാറ്റം വരുത്തി ഒന്നയഞ്ഞ് ഉത്തരവ് പുറത്തിറക്കിയത്. CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുമ്പോൾ 3 വിദേശ രാജ്യങ്ങളിലെ സംസ്ഥാന, കേന്ദ്ര, ക്വാസി ഫെഡറൽ വൃത്തങ്ങൾ നൽകുന്ന ഏതെങ്കിലുമൊക്കെ രേഖകൾ ഹാജരാക്കിയാൽ മതിയാകുമെന്നാണ് പുതുക്കിയ ഉത്തരവിൽ പറയുന്നത്. നേരത്തെ പറഞ്ഞ 9 എണ്ണത്തിൽ നിർബന്ധമായി ഏതെങ്കിലും ഒന്ന് വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോ ഈ പറഞ്ഞ കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ഇടപെടുന്നതിൽ എന്തെങ്കിലും ഒന്ന് മതി എന്നാണ്. ശേഷം പറഞ്ഞത് അപേക്ഷകരുടെ മാതാപിതാക്കളോ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും ഒരാളുടെ രേഖകൾ പോലും സ്വീകാര്യമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു തരത്തിലും ഇതിനെ മുന്നോട്ട് ഉന്തിയും തള്ളിയും പോകാൻ പറ്റാതെ ആയപ്പോഴാണ് ഇനി എന്തെങ്കിലുമൊക്കെ തന്ന് നിങ്ങൾ ഇതിലൊന്ന് അപേക്ഷ കൊടുക്കൂ എന്നുള്ളൊരു അപേക്ഷ കൂടിയാണ് സത്യം പറഞ്ഞാൽ മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. പ്രാദേശിക മതസ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഇന്ത്യൻ പൗരത്വം നൽകുന്നതിന് പരിഗണിക്കാമെന്ന ഉത്തരവ് നേരത്തെ തന്നെ വിവാദമായതാണ്. മുകളിൽ പറഞ്ഞ 3 വിദേശ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തുന്ന 6 മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് CAA പ്രകാരം പൗരത്വം ലഭിക്കുക. അല്ലെങ്കിലും ഈ CAA എങ്ങനെ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. മതസ്വാതന്ത്ര്യത്തോടുള്ള ബഹുമാനം, എല്ലാ സമുദായങ്ങൾക്കും നിയമത്തിന്റെ കീഴിൽ തുല്യ പരിഗണന എന്നിവ അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളാണ് എന്നും ഇവയെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ നിയമം നടപ്പിലാക്കുമെന്നുമുള്ളതായിരുന്നു അമേരിക്ക ഉയർത്തിയ ചോദ്യം. എന്തായാലും ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുക അത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ മോദി തല കുനിക്കുന്ന കാഴ്ചയാണ് ഈ തിരുത്തലിലൂടെ മനസ്സിലാകുന്നത്.